വർദ്ധിപ്പിക്കുന്നതായി കണ്ടു. ഇറ്റാലിയൻ സയന്റിസ്റ്റുകളുടെ പഠനത്തിൽ ക്യാൻസർ രോഗികൾ പതിവായി സെൽഫോൺ ഉപയോഗിച്ചാൽ അവരുടെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആകുന്നതായി കണ്ടെത്തി. സ്വീഡനിലെ ലണ്ട് യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പഠനത്തിൽ തുടർച്ചയായി സെൽഫോണിന്റെ ഉപയോഗം തലച്ചോറിലെ കോശങ്ങളിലെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ നശിപ്പിക്കുന്നതായും കോശങ്ങളിലെ അത്യാവശ്യ പ്രോട്ടീനായ ആൽബുമിൻ കുറയുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ടെക്നോളജി അതിവേഗം വളരുന്ന ഇക്കാലത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെയുള്ള ജീവിതം ചിന്തിക്കാനേയാകില്ല. അതിനാൽ കഴിവതും സുരക്ഷിതമായി ഈ ഉപകരണം ഉപയോഗിക്കാനുള്ള ചില വഴികൾ എത്നിക് ഹെൽത്ത് കോഡ് ഇവിടെ നിർദ്ദേശിക്കുന്നു. സെൽഫോൺ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും എത്രത്തോളം അകലത്തിൽ സൂക്ഷിക്കുവാൻ സാധിക്കുന്നോ അത്രയും നല്ലത്. അതായത് നിങ്ങളുടെ ഫോൺ ശരീരത്തിൽ നിന്നും 5 സെന്റിമീറ്റർ അകലത്തിൽ വച്ചാൽ റേഡിയേഷൻ 25 മടങ്ങ് കുറയും. 10 സെന്റിമീറ്റർ ആയാലോ 100 മടങ്ങോളം കുറയും എന്നർത്ഥം. സെൽഫോൺ സംഭാഷണങ്ങളുടെ സമയദൈർഘ്യം പരമാവധി കുറയ്ക്കുക. റേഡിയേഷൻ അത്രയും കുറയും. വയർ കണക്ഷനുള്ള ഹെഡ്സെറ്റ് ഉപയോഗിച്ച് സംസാരിക്കുന്നതാണ് താരതമ്യേന സുരക്ഷിതം. അതിന് സാധിച്ചില്ലെങ്കിൽ സ്പീക്കർ ഫോൺ ഉപയോഗിക്കുക. ഫോണിന് റേഞ്ച് കുറവുള്ള സ്ഥലങ്ങളിൽ ഫോൺ വിളികൾ കുറയ്ക്കുക. കാരണം റേഞ്ച് കുറവുള്ള സ്ഥലങ്ങളിൽ സിഗ്നൽ ടവറുമായി കണക്ട് ആകുന്നതിന് നിങ്ങളുടെ സെൽഫോൺ കൂടുതൽ പവറിൽ റേഡിയേഷൻ പുറപ്പെടുവിക്കും. അത് തലച്ചോറിന് അത്ര നല്ലതല്ല. റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് 1 മിനിറ്റ് സംസാരിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന റേഡിയേഷന്റെ അളവ് റേഞ്ചുള്ള സ്ഥലത്ത് തുടർച്ചയായി 3 മണിക്കൂർ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന റേഡിയേഷന് തുല്യമാണ്. സഞ്ചരിക്കുന്ന വാഹനത്തിൽ സെൽഫോൺ ഉപയോഗിക്കുമ്പോഴും ഇത്തരത്തിൽ ഉയർന്ന റേഡിയേഷൻ നേരിടേണ്ടി വരുന്നു. പോക്കറ്റിൽ ഫോൺ സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് ബാഗിലോ പേഴ്സിലോ സൂക്ഷിക്കുന്നതാണ്. സംസാരിക്കുമ്പോൾ ഫോൺ ചെവിയോട് ചേർത്ത് പിടിക്കരുത്. ഏറ്റവും കുറഞ്ഞത് ചെവിക്ക് 1.5 സെന്റിമീറ്റർ അകലത്തിൽ ഫോൺ പിടിച്ച് സംസാരിക്കുവാൻ ശ്രദ്ധിക്കുക. സെൽഫോൺ റേഡിയേഷൻ കുറയ്ക്കുന്ന പല ഷീൽഡുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. എന്നാൽ അവ കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കുട്ടികൾ സെൽഫോൺ ഉപയോഗിക്കുന്നത് കർശനമായി വിലക്കണം. ഇതിന് കാരണങ്ങൾ പലതാണ്. ചെറുപ്പത്തിൽ തന്നെ സെൽഫോൺ ഉപയോഗിച്ചു തുടങ്ങുന്ന കുട്ടികൾ മുതിർന്നവരെക്കാൾ കൂടുതൽ റേഡിയേഷൻ നേരിടേണ്ടി വരും. കുട്ടികളുടെ തലയോട്ടിയുടെ കട്ടി കുറവായതുകൊണ്ട് സെൽഫോൺ റേഡിയേഷൻ അവരുടെ തലച്ചോറിനെ ബാധിക്കുവാനുള്ള സാധ്യത 10 മടങ്ങ് അധികമാണ്. സെൽഫോൺ കൂടുതലായി ഉപയോഗിക്കുന്ന കുട്ടികളിൽ ഓർമ്മക്കുറവ്, ഉറക്കമില്ലായ്മ, തലവേദന എന്നിവ കൂടുതൽ കാണുന്നതായി പഠന റിപ്പോർട്ടുകളുണ്ട്. റഷ്യ, ജർമ്മനി, ഫ്രാൻസ്, ഇസ്രായേൽ, ഫിൻലാൻഡ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇൻഫർമേഷന്റെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിയണം. കാരണം സെൽഫോണിന്റെ ഉപയോഗവും നമ്മുടെ ആരോഗ്യവും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. സെൽഫോൺ ആശയവിനിമയത്തിനുള്ള ഏറ്റവും പ്രധാന ഉപാധിയാണ്. എന്നാൽ ഫോൺ സംഭാഷണത്തെക്കാൾ പല ഘട്ടങ്ങളിലും മെസ്സേജുകളും വാട്സപ്പും പോലുള്ള സന്ദേശങ്ങളാണ് കൂടുതൽ സുരക്ഷിതം എന്ന് മറക്കരുത്. പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് etnihealthcode.com.